നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോണത് ടെലികാളിംഗ് മാനേഴ്സ് ആൻഡ് പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് ഒരു ടെലികോളറുടെ ഇമ്പോർട്ടൻസ്, എങ്ങനെയൊക്കെയാണ് ഒരു പേഷ്യന്റിനോട് അല്ലെങ്കിൽ പേഷ്യന്റ് ബൈസ്റ്റാൻഡറോട് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അതേപോലെ തന്നെ റിസപ്ഷൻ സ്റ്റാഫ്, അതേപോലെ വാട്ടെവർ ആരാണോ ഹോസ്പിറ്റലിലെ ഫോൺ ആൻസർ ചെയ്യുന്നവര് അവർക്കെല്ലാം ഈ ട്രെയിനിങ് നിർബന്ധമാണ്. ഇത് മാക്സിമം ഒരു 60 മിനിറ്റ് ആണ് ഇതുണ്ടാവും, അതിന്റെ ട്രെയിനിങ് അടക്കം. ഇത് തിയറി ഉണ്ടാവും, കൂടാതെ ഇതിന്റെ പ്രാക്ടിക്കൽ സെഷനും ഉണ്ടാവും. എല്ലാം അടക്കം ഒരു 60 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസിന്റെ ഡ്യൂറേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇതിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക? സെഷൻ ഒബ്ജക്റ്റീവ്സ്. ഒന്ന്, ബൈ ദ എൻഡ് ഓഫ് ദി സെഷൻ സ്റ്റാഫ് വിൽ ഏബിൾ ടു ആൻസർ കോൾസ് പ്രൊഫഷണലി. വളരെ നന്നായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് കോളുകൾ ആൻസർ ചെയ്യാൻ വേണ്ടി പഠിക്കും. രണ്ട്, കമ്മ്യൂണിക്കേറ്റ് പൊളൈറ്റ്ലി ആൻഡ് കോൺഫിഡന്റ്ലി. ഇപ്പോ ടെലിഫോണിലായാലും ഡയറക്റ്റ് ആയാലും കൃത്യമായിട്ട് പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡറോടും കോൺഫിഡന്റ് ആയിട്ടും വളരെ പൊളൈറ്റ് ആയിട്ടും സംസാരിക്കാൻ വേണ്ടി കഴിയും. ഹാൻഡിൽ ആംഗ്രി ആൻഡ് ആങ്ഷ്യസ് കോളേഴ്സ് കാംലി. അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഉത്കണ്ഠയായിക്കൊണ്ടൊക്കെ ആൾക്കാർ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന പേഷ്യൻസിനെ വളരെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങളെ സഹായിക്കും. പിന്നെ എൻക്വയറി കാൾസിനെ നമുക്ക് അപ്പോയിന്റ്മെന്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഇപ്പൊ വെറുതെ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു, അവരെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ദെൻ റെപ്രസെന്റ് ഹോസ്പിറ്റൽ ഇമേജ് പോസിറ്റീവ്ലി. ഇപ്പൊ ഒരാൾക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുന്നതിന്റെ രൂപം അവരുടെ ആ പേഷ്യൻസിനോട് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോടുള്ള ആ സംസാരം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ദ ടെലികാളിംഗ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുകളിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ടെലികാളിംഗ് എന്നുള്ളത് നമുക്ക് പറയാം. വൈ ടെലികാളിംഗ് ഈസ് മാറ്റർ. ഒന്ന്, ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ്. ടെലികോളർ ആണ് ആദ്യമായിട്ട് ഈ പേഷ്യന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത്. ആ വിളിക്കുമ്പോൾ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ആളുകൾ നമ്മളെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ടെലികോളറെ കൊണ്ട് കഴിയും. ക്രിയേറ്റ് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടി കഴിയും. ബിൽഡ് പേഷ്യന്റ് ട്രസ്റ്റ്. ആ സംസാരത്തിലൂടെ പേഷ്യൻസിന്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. റെഡ്യൂസ് കംപ്ലൈന്റ്സ്. അതായത് കംപ്ലൈന്റുകൾ കുറക്കാൻ വേണ്ടി കഴിയും. കാരണം അവരുള്ള കൺസേൺസ് ഒക്കെ ആദ്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള കംപ്ലൈന്റ്സ് കുറക്കാൻ വേണ്ടി കഴിയും. ഇൻക്രീസ് OP അപ്പോയിന്റ്മെന്റ്സ്. അതിലൂടെ ഏതൊരു പേഷ്യന്റ് അവരുടെ സൊല്യൂഷൻ വേണ്ടി വിളിച്ചോ ആ സൊല്യൂഷൻ നമുക്ക് ആക്കി കൊടുക്കാനും അവർക്ക് OPയിലേക്ക് കൺസൾട്ടേഷന് വേണ്ടി അപ്പോയിന്റ്മെന്റുകൾ എടുപ്പിക്കാനും നമുക്ക് കഴിയും. പിന്നെ ഇമ്പാക്ട് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ ആൻഡ് റവന്യൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കോള് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഒരു അംഗീകാരം ഉയർത്താനും അതേപോലെ തന്നെ നമ്മുടെ വരുമാനം കൂട്ടാനും ഇതിലൂടെ കഴിയും. ഒരു കാൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ കോളുകളും ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളുടെ ടെലികോളർ ഇത്രയും വളരെ അത്യാവശ്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഏരിയ ആണെന്ന് പറയാൻ കാരണം, ഒന്ന്, ഈ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ആണ് ഈ ടെലികോളർ. നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ആണ് ടെലികോളർ. ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ് അവര്. പേഷ്യന്റിന് ട്രസ്റ്റ് കൊടുക്കേണ്ട ആളുകളാണ്. കംപ്ലൈന്റ്സ് കുറയ്ക്കേണ്ട ഏരിയ ആണ് അത്. പിന്നെ OP അപ്പോയിന്റ്മെന്റ്സ് കൂട്ടാൻ അതുവഴി നമുക്ക് കഴിയും. ദെൻ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അതേപോലത്തെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ ഈ ഒറ്റ കോൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഓരോ കോളും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ് ഒരു കോൾ മാറ്റർ ആണ്, ഒരു എന്താ പറയാ അത്യാവശ്യ ഘടകമാണ് ഒരു ഹോസ്പിറ്റലിന്റെ എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് 10 സെക്കൻഡ് റൂൾ. ആദ്യത്തെ 10 സെക്കൻഡ് ഹോസ്പിറ്റലിലെ ഫോൺ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്,
ആൻസർ വിത്തിൻ 3 റിങ്സ്. അതായത് 10 സെക്കൻഡിനുള്ളിൽ ഫോൺ ആൻസർ ചെയ്തിരിക്കണം. ടെലികോളർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ, അതായത് വിത്തിൻ 3 റിങ്, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഫോൺ ആൻസർ ചെയ്തിരിക്കണം. സ്മൈൽ ബിഫോർ ആൻസറിങ്. പേഷ്യന്റ് നമ്മുടെ മുമ്പിലില്ല, ഒരാൾ നമ്മുടെ മുമ്പിലില്ല, എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ചിരിച്ചുകൊണ്ട് ആൻസർ ചെയ്യണം. ചിരിച്ചുകൊണ്ട് ആൻസർ ചെയ്ത എന്താ ഗുണം? ഇപ്പൊ നമ്മൾ ഒരു ഫോൺ വന്നു, ഫോൺ നമ്മളെ ഇമോഷൻ അവിടെ പ്രതിഫലിക്കും ഇല്ലേ? ജസ്റ്റ് ചിരിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ നമ്മളുടെ എന്താ പറയാ, ആ ഒരു ഇമോഷൻ നമ്മളുടെ ശബ്ദത്തിലും വരും. ഓക്കെ, അപ്പൊ സ്മൈൽ ബിഫോർ ആൻസറിങ്. ആദ്യത്തെ 10 സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട ഒന്ന്, 3 റിങ്ങിനുള്ളിൽ ഫോൺ എടുത്തിരിക്കണം, ആൻസർ ചെയ്യുന്നതിന് മുമ്പ് പുഞ്ചിരിച്ചിരിക്കണം, ക്ലിയർ ഗ്രീറ്റിംഗ് വിത്ത് ഹോസ്പിറ്റൽ നെയിം. അതായത് ഗുഡ് മോർണിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ആയിഷയാണ് സംസാരിക്കുന്നത്, ഹൗ മേ ഐ ഹെൽപ്പ് യു സർ. ഈ ഒറ്റ ഡയലോഗ് ക്ലിയർ. അതായത് ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് പറയാം, ഹോസ്പിറ്റലിന്റെ പേര് പറയുക, നിങ്ങളുടെ പേര് പറയുക, സാറിന് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഇപ്പൊ ഇത്രയും ചോദിച്ചാൽ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് നമ്മളെ കുറിച്ച് ഒരു ഇംപ്രഷൻ വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നുണ്ട്, നിങ്ങളുടെ പേര് പറയുന്നുണ്ട്, ദെൻ നിങ്ങൾ കാര്യത്തിലേക്ക് പോവാം. അങ്ങനെ ആകുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ നടക്കും. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്തു. 2, ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു, അതിലൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന റെപ്യൂട്ടേഷൻ. ദെൻ നിങ്ങളുടെ പേര് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്. യെസ്, ഞാൻ വിളിച്ച ആയിഷക്കാണ്, ആയിഷ നല്ല നല്ല സ്റ്റാഫാണ്, എന്നുള്ളൊരു സാധനം അവിടെ കിട്ടും. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇന്ന ആൾക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന് അവർക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ. അപ്പൊ നമുക്കൊരു പേഴ്സണൽ ഒരു ഓറ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഗ്രീറ്റ് വിത്ത് ഹോസ്പിറ്റൽ നെയിം, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, ഓഫർ ഹെൽപ്പ് പൊളൈറ്റ്ലി. എന്താണ് അവർക്ക് ആൻസർ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇതൊരു കാര്യം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ആയിഷയാണ് സംസാരിക്കുന്നത്, ഹൗ മേ ഐ ഹെൽപ്പ് യു സർ. മലയാളത്തിൽ പറയണമെങ്കിൽ എങ്ങനെ പറയാം? ഗുഡ് മോർണിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ആയിഷയാണ് സംസാരിക്കുന്നത്, സർ എങ്ങനെയാണ് സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ ഒരു രൂപത്തിൽ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞു തുടങ്ങുക. എങ്ങനെ ചെയ്യരുത്? ഹലോ, യെസ്, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞോളൂ, അങ്ങനെ കണ്ടല്ലോ. ഫോൺ എടുത്തതിന് ജസ്റ്റ് ഹലോ, ഗുഡ് മോർണിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ആയിഷയാണ് സംസാരിക്കുന്നത്, സാറിന് എനിക്ക് എങ്ങനെയാണ് സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക? ആ ഒരു രൂപത്തിൽ സംസാരിക്കാം. പക്ഷെ ചെയ്യേണ്ടത് ഹലോ, യെസ്, ആ ഒരു ടോണിലേക്ക് സാധനം പോകരുത്. ചിരിച്ചുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഐ തിങ്ക് ക്ലിയർ. ഫസ്റ്റ് 10 സെക്കൻഡ് റോൾ, ഇതിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ ഓൾറെഡി അവരുടെ മനസ്സിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് ഗ്രീറ്റിംഗ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ഐഷ സ്പീക്കിംഗ്, ഹൗ മേ ഐ ഹെൽപ്പ് യു. സിമ്പിൾ. 12 മണി കഴിഞ്ഞ് 12 to 5 ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ആ രൂപത്തിലേക്ക് മാറ്റാം. ഈവനിങ് ആഫ്റ്റർ 5 PM, ഗുഡ് ഈവനിങ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ. പൊളൈറ്റ് ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. ഹലോ അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ഈ സാധനം ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞു തന്നെയാണ്, പക്ഷെ നിങ്ങൾ കൊണ്ടുപോയതും അത് തന്നെയാണ്. പക്ഷെ അതിന്റെ ലാംഗ്വേജ് പൊളൈറ്റ് ആക്കുക, ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു നല്ല ഒരു സൗണ്ട് വരും. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് ട്രൈ ചെയ്യാം. ദെൻ സ്റ്റാൻഡേർഡ് ക്ലോസിംഗ് സ്ക്രിപ്റ്റ്, അതായത് വിളിച്ച ആളുകളോട് നന്ദി പറയാം. താങ്ക് യു ഫോർ കോളിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ. കൺഫേം ഡീറ്റെയിൽ, അതായത് സാർ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സാർ അൽഫയിലേക്ക് വിളിച്ചിരുന്നല്ലോ, ഓക്കെ, മീൻസ് ക്ലോസിംഗ് ആണെങ്കിൽ താങ്ക് യു ഫോർ കോളിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ഹാവ് എ നൈസ് ഡേ, വി ലുക്ക് ഫോർവേഡ് ടു സെർവിങ് യു, ഇതൊക്കെ പറയാം. ഒന്ന് ട്രെയിൻ ചെയ്ത് പറയാം. ഹാവ് എ നൈസ് ഡേ പറയാം. അതേപോലെ തന്നെ കൺഫേം ഡീറ്റെയിൽ, അത് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഡീറ്റെയിൽ കൺഫേം ചെയ്യുക. ഇപ്പോ ഡോക്ടർ റഹ്മത്ത് ബീഗത്തിന് ആണ് ബുക്ക് ചെയ്തിരുന്നത്,
സാർ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. സാറിന്റെ പേര് ഇന്നതാണ്, സാർ ഇന്ന സ്ഥലം, സാറിന്റെ ഫോൺ നമ്പർ ഇതാണ്, ടോക്കൺ നമ്പർ ഇത്രയാണ്. സാർ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ താങ്ക് യു ഫോർ കോളിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ഹാവ് എ നൈസ് ഡേ. വെരി നൈസ്. ഈ രൂപത്തിൽ വേണം എല്ലാവരും കോൾസ് ക്ലോസ് ചെയ്യാൻ. ഒരിക്കലും സഡൻ ഡിസ്കണക്ട് ചെയ്യരുത്. പേഷ്യന്റ് സൈഡിൽ നിന്ന് ചെയ്താൽ ഇറ്റ്സ് നോ ഇഷ്യൂ. പക്ഷെ ഒരിക്കലും നമ്മുടെ സൈഡിൽ നിന്ന് ബുക്ക് ചെയ്ത് കിട്ടാ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യരുത്. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഓപ്പണിംഗ് പ്രൊസീജിയർ പറഞ്ഞു, ഫസ്റ്റ് 10 സെക്കൻഡ്. ഇതാണ് ക്ലോസിംഗ് പ്രൊസീജിയർ. അതായത് താങ്ക് യു ഫോർ കോളിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ. അതിന് മുമ്പ് കൺഫേം ചെയ്യുക എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്. ഇപ്പൊ സാർ പിന്നെ ബുക്കിങ്ങിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ജസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, അത് റിപ്പീറ്റ് കൺഫേം ചെയ്യുക. സാർ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ എന്ന് ചോദിക്കുക. ക്ലിയർ ആയി എന്ന് പറയുകയാണെങ്കിൽ താങ്ക് യു ഫോർ കോളിംഗ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ, ഹാവ് എ നൈസ് ഡേ. ഒരിക്കലും ഒറ്റയടിക്ക് ഫോൺ കട്ട് ചെയ്യരുത്. വോയിസ് മോഡുലേഷൻ, ടോൺ, സ്പീഡ്, ഇതെല്ലാം എപ്പോഴും സ്ലോലി ആൻഡ് ക്ലിയർലി സംസാരിക്കുക. ഇപ്പൊ ചില ആളുകളുടെ ബേസിക് ഒരു സംസാരം ചിലപ്പോൾ സ്പീഡ് ഉള്ളതായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി. ഒരു സ്പീഡ് കുറച്ച് ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ഫ്രണ്ട്ലി ആൻഡ് കാം ടോൺ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാം ആയിട്ട് സംസാരിക്കുക. അവോയ്ഡ് ഷൗട്ടിങ് ഓർ വിസ്പറിങ്. അതായത് ഷൗട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഫോണിലൂടെ സംസാരിക്കരുത്. അത് പേഷ്യൻസിനോടായാലും ഇൻക്ലൂഡിങ് ഇന്റർ കമ്മ്യൂണിക്കേഷൻ ആയാൽ പോലും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന ഏരിയ ആണെങ്കിൽ റിപ്പോർട്ട് ഹയർ അതോറിറ്റി, നിങ്ങളുടെ HODസിന് അല്ലെങ്കിൽ HR വിവരം പറയാം. അല്ലാതെ ഒരിക്കലും ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. കാരണം നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ വീക്ഷിക്കുന്ന കുറെ പേര് ചുറ്റുഭാഗത്തും ഉണ്ടാവും. മെയിൻറ്റെയിൻ സ്റ്റഡി സ്പീഡ്, ഒരേ സ്പീഡിൽ സംസാരിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ തിരക്കുണ്ടാവും. ടെലികോളറിന് പണി ഫോൺ ചെയ്യൽ മാത്രമാണ്. അതുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും അവരുടെ ഒരു മെയിൻറ്റെയിൻ ഒരു പ്രത്യേക സ്പീഡ് കീപ്പ് ചെയ്യുക. ടോൺ എന്തുകൊണ്ട് മാറ്റർ ആണെന്ന് പറയുന്നു. ഒന്ന് പ്രായം ചെന്ന ആളുകളായിരിക്കും, അവരോട് സ്ലോലി റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുക. സാർ എന്നും മാഡം എന്നും വിളിച്ച് മാത്രം അഭിസംബോധന ചെയ്യുക. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞല്ലോ മാഡം. സാർ ഞാൻ പറഞ്ഞത് മനസ്സിലായോ സാർ? സാർ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ മാഡം? അല്ലെങ്കിൽ മാഡം ഞാൻ ഇങ്ങനെ ചെയ്യണോ? എല്ലാ സംസാരിച്ച ശേഷം അവസാനം സാർ എന്നോ മാഡം എന്നോ പറയാം. ആംഗ്രി കോളർ ആണെങ്കിൽ, ഇപ്പൊ ചൂടായിക്കൊണ്ട് സംസാരിക്കാൻ സോഫ്റ്റ് ആയിട്ട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. വയസ്സായവരോട് എമർജൻസി, ആംഗ്രി കോൾ, ഈ 3 വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എമർജൻസി ആണെങ്കിൽ കാമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക. നമ്മുടെ സർവീസുകളുടെ കാര്യം പറയാം, ഡോക്ടേഴ്സ് അവൈലബിലിറ്റി പറയാം. പെട്ടെന്ന് ഇപ്പോ ഉദാഹരണത്തിന് ഒരു ലേഡി ഗൈനക് പേഷ്യന്റ് ആണ്, എമർജൻസി ആയിട്ട് വിളിച്ചു, ബ്ലീഡിങ് പോലുള്ള എന്തെങ്കിലും സംഗതികളാണ്, എന്ത് ചെയ്യും? OP സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിളിക്കുക, ഹലോ മാഡം, നമുക്ക് 24/7 ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്, സാർ ഡയറക്റ്റ് വന്നോളൂ എന്ന് പറയാം. വരുമ്പോ ഇപ്പൊ നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, വരുമ്പോ ആരെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യം അവർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ അവർ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുന്നുണ്ട് എന്നുള്ളത് കൃത്യം ഇന്റർകോമിലൂടെ അതിന്റെ ഡെസ്റ്റിനേഷനിൽ പറയാം. OPയിലാണെങ്കിൽ അങ്ങനെ, കാഷ്വാലിറ്റിയിലാണെങ്കിൽ അങ്ങനെ, ലേബർ റൂം ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം അവരെല്ലാം റെഡി ആയിരിക്കും ഈ പേഷ്യന്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എൽഡർ ഒരാളാണ്, വയസ്സായാണെങ്കിൽ കൃത്യമായിട്ട് ടൈം എടുത്ത് അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഫോൺ കട്ട് ചെയ്യും. 3, ആംഗ്രി പേഷ്യന്റ് ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് അവരെ കേൾക്കുക, പൊളൈറ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സിലാവുക. അത് ഈ വോയിസ് മോഡുലേഷൻ കൂടി ഇതിൽ മാറ്റർ ആണ്. അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ് സമയത്ത് ഈ ഓരോ കേസും റിപ്പീറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യണം. അതായത് ഇതിന്റെ മോക്കപ്പ് കോൾസ് ചെയ്ത് ട്രെയിൻ ചെയ്യണം. ഹാൻഡ്ലിംഗ് മിസ്ഡ് കോൾസ്, പിന്നെ അടുത്ത് ഉണ്ടാവുന്നതാണ് മിസ്ഡ് കോൾസ് അല്ലെ. മിസ്ഡ് കോൾസ് SOP, റിട്ടേൺ മിസ്ഡ് കോൾസ് വിത്തിൻ 10 minutes. 10 മിനിറ്റിനുള്ളിൽ ഓരോ മിസ്ഡ് കോൾസും തിരിച്ചു വിളിച്ചിരിക്കണം.
നിർബന്ധമായിട്ടും. മിസ്ഡ് കോൾസ് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. മിസ്ഡ് കോൾസ് എത്ര വന്നു, ഏതൊക്കെയാണ് വന്നത്, അവർ മിസ്ഡ് കോൾ ആയ ടൈം എത്രയാണ്, അത് തിരിച്ചു വിളിച്ച സമയം എത്രയാണ്. പ്രയോറിറ്റൈസ് ന്യൂ എൻക്വയറി കോൾസ്. പുതിയ എൻക്വയറികൾ ഉണ്ടെങ്കിൽ അവരെ പ്രയോറിറ്റി കൊടുക്കുക. പുതിയ ആദ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക. കാരണം അവർ നമ്മളെ കുറിച്ച് അറിയില്ല. അപ്പൊ അവര് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുകയും നമുക്ക് പുതിയൊരു കസ്റ്റമറെ ഒരു പേഷ്യന്റിനെ കിട്ടുകയാണ്. അപ്പൊ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഉള്ളത്, ആരൊക്കെയാണ് അവർക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുത്ത് അവർ വരുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കാനും. അപ്പൊ ഓൾറെഡി നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരുടെ പേര് അവർ പറയുന്നത് കാരണം അവർ ആ പേര് ചോദിച്ചിട്ടായിരിക്കും വരിക. ഐഷ എന്ന ആൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ യെസ് ആയിഷ പറഞ്ഞ ആളാണോ, അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞ ആളാണോ, ഓക്കെ ഇന്ന ഡോക്ടറെ കണ്ടോളൂ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എമർജൻസി ആണെങ്കിൽ ഡയറക്റ്റ് കാഷ്വാലിറ്റിയിലേക്ക് പോയിക്കോളൂ, ബാക്കി ഒരു ബൈസ്റ്റാൻഡറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ ലിസ്റ്റ് എടുക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കോൾ ബാക്ക് സ്ക്രിപ്റ്റ് ഇതിലുണ്ട്. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആയിഷ ഫ്രം അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ. ഞങ്ങൾ ഇങ്ങനെ ഒരു മിസ് കോൾ കണ്ടിരുന്നു മാഡം, എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആയിഷ ഫ്രം അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ. ആ ഒരു പോയിന്റ് നമ്മൾ കൃത്യമായി നോക്കുക. സാർ ഇങ്ങനെ ഒരു മിസ്ഡ് കോൾ കണ്ടിരുന്നു, എനിക്ക് എന്ത് ഹെൽപ്പാണ് സാറിന് ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ ഒറ്റ ചോദ്യത്തിൽ തന്നെ അവരുടെ ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി അവിടെ തീരും. ക്ലിയർ? റിപ്പീറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യുക. ഡൂസ് ഇൻ ഹോസ്പിറ്റൽ ടെലികോളിംഗ് ചെയ്യാവുന്നത് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. ഒന്ന് പേഷ്യന്റ് നെയിം ചോദിക്കുക. അപ്പൊ പേഷ്യന്റ് നെയിം തന്നെ വിളിക്കുക. ഇന്ന പേഷ്യന്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട് പേഷ്യന്റ് പേര് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലിസൺ കെയർഫുള്ളി, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. നമ്മൾ പറയില്ലേ തോക്കിന്റെ ഉള്ളിൽ കയറി വെടിയാക്കരുതെന്ന്, ആ ഒരു സാധനം നമ്മളെ ഇല്ലാതിരിക്കുക. കൃത്യമായിട്ട് കേൾക്കുക. സ്പീക്ക് പൊളൈറ്റ്ലി, വളരെ താഴ്മയോട് കൂടിയിട്ട് സംസാരിക്കുക. ക്ലിയർ? കൺഫേം അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽ. അപ്പോയിന്റ്മെന്റ് എടുത്തു, എല്ലാം റെഡിയായി, ടോക്കൺ നമ്പർ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. സർ ഇന്ന ഡോക്ടർക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ ഇന്ന ഡോക്ടർക്ക് ഇത്ര നമ്പർ ടോക്കൺ ഇന്ന ദിവസത്തേക്ക് എടുത്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഷോ എംപതി, ഒരു ആൾക്കാരുടെ എംപതി കാണിക്കുക. സംസാരിക്കുമ്പോഴും പൊളൈറ്റ് ആയിട്ട് വളരെ സ്നേഹപൂർവ്വം അവരായിട്ട് സംസാരിക്കുക. പിന്നെ ടെലിഫോൺ SOP നമുക്കുണ്ട്, ഹോസ്പിറ്റൽ SOP ഉണ്ട് റിസപ്ഷനിൽ. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഇതിന്റെ കൂടെ SOP കൂടി ട്രെയിൻ ചെയ്യുക. ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഒന്ന്, ചീയിങ് ആൻഡ് ലാഫിംഗ് ഡ്യൂറിങ് കോൾസ്. ചിരിച്ചുകൊണ്ട്, വളരെ ഇവിടെ നമ്മൾ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് ഫോൺ ആൻസർ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ട്. റിസപ്ഷൻ ഏരിയകളിൽ, ആളുകൾ വരുന്ന ഏരിയകളിൽ ഒരിക്കലും ചൂയിങ്, അതായത് നമ്മൾ എന്തെങ്കിലും വായിലിട്ട് ചവച്ചുകൊണ്ട് ഇന്ന് സംസാരിക്കരുത്. ബില്ലിങ്ങിലും ഒരു ഏരിയയിലും ഉണ്ടാവരുത്. കാരണം അത് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് പേഷ്യൻസിന്. നമ്മളുടെ ബില്ലിംഗ് ഏരിയയിൽ ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, മീൻസ് കഴിച്ചുകൊണ്ട് സംസാരിക്കുക, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. അതേപോലെ തന്നെ ചവച്ചുകൊണ്ട് ഫോൺ വിളിക്കുക, ചിരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടും ഇവിടെ ചിരിച്ചുകൊണ്ടും ഫോൺ ആൻസർ ചെയ്യുക, അത് ചെയ്യരുത്. യൂസിങ് റൂഡ് ഓർ കാഷ്വൽ വേർഡ്സ്, സാധാരണ നമ്മൾ സംസാരിക്കുന്ന വേർഡുകൾ ഫോൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളി, നിങ്ങൾ അങ്ങോട്ട്, അങ്ങനത്തെ ഒക്കെ സാധനമല്ലേ, നമ്മുടെ ഒരു ലോക്കലൈസ്ഡ് വേർഡ്സ് അല്ലേ, പരമാവധി അത് ഒഴിവാക്കുക. ഓക്കെ. പുട്ടിങ് കോൾ ഓൺ ഹോൾഡ് വിതൗട്ട് പെർമിഷൻ, അവരുടെ പെർമിഷൻ കൂടാതെ ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. ഇപ്പൊ ഒരു കോൾ വിളിച്ചു, ഇന്ന് പീഡിയാട്രിഷ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് നോളേജ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഹോൾഡ് ചെയ്തു. പിന്നെ ഇന്ന് പീഡിയാട്രിഷ്യൻ ഉണ്ടോ അപ്പുറത്ത് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവരോട് സംസാരിച്ച് അവരെ ഹോൾഡ് ചെയ്യാതെ ഒരിക്കലും അടുത്തൊരു ആളോട് സംസാരിക്കാൻ വേണ്ടി പോകരുത്. മാഡം ഒന്ന് കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, വിത്തിൻ 1 minute 1 second 30 seconds റിപ്ലൈ ടു യു എന്ന് പറയാം. എന്നിട്ട് അവർക്ക് പെർമിഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യാം. ക്ലിയർ? ഇനി തിരിച്ച് വിളിക്കാം എന്ന് പറയുകയാണെങ്കിൽ വിത്തിൻ നോ ടൈം തിരിച്ച് വിളിച്ചിരിക്കുക, അവരുടെ ആൻസർ ആക്കി ആൻസർ തിരിച്ച് വിളിച്ചിരിക്കുക.
റോങ് മെഡിക്കൽ ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷനും ഫോണിലൂടെ കൈമാറാതിരിക്കുക. പേഴ്സണൽ ഇൻഫർമേഷനോ പേഷ്യന്റിന്റെ ഇൻഫർമേഷനോ ഫോണിലൂടെ കൈമാറാതിരിക്കുക. ഇപ്പൊ എന്റെ സ്വന്തം ഇൻഫർമേഷനാണ് വേണ്ടത്, അതെനിക്ക് പിന്നെ ഡീറ്റെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരോട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ, നിങ്ങളുടെ സീനിയേഴ്സിനെ ബന്ധപ്പെട്ട് മാത്രം കൊടുക്കുക. ഒരിക്കലും മറ്റു പേഷ്യന്റ് ഡീറ്റെയിൽസോ അവനവന്റെ ഡീറ്റെയിൽസ് പോലുമോ ഫോണിലൂടെ കൈമാറരുത്. ലൈക്ക് ഫോൺ നമ്പേഴ്സ്, പിന്നെ അവരുടെ രോഗവിവരങ്ങൾ, ഇതൊന്നും ഫോണിലൂടെ കൈമാറരുത്. മെഡിക്കൽ ഇൻഫർമേഷൻ റോങ് ആയിട്ടുള്ള ഒരു സംഗതികളും കൊടുക്കരുത്. കാരണം അതൊക്കെ ക്ലിനിക്കൽ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അത് അവരുമായി ബന്ധപ്പെട്ട് മാത്രം കൊടുക്കണം. ഓക്കെ, ലാസ്റ്റ് പറയാനുള്ളത്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെയിറ്റ് ആ സാധനമില്ലേ, ഞാനൊന്ന് പറയട്ടെ. ആ ഒരു സാധനം അത് ഇന്റെ പ്രശ്നമല്ല. ഞാൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ പിന്നെ ഇന്ന ഡോക്ടർക്കാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്, അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായ ഇൻസിഡന്റാ. ഓക്കെ, അത്തരം അത് എന്റെ പ്രശ്നമല്ല, നിങ്ങളെ പ്രശ്നമാണ് എന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ? ഇതൊക്കെ നിങ്ങൾ റിയൽ ടൈം ട്രെയിനിങ് എടുത്തിരിക്കണം. റിയൽ ടൈം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ഇതിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടി എടുത്തിരിക്കണം. ഓക്കെ, ഒരു കോൾ ചെയ്യുന്ന പോലെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഹാൻഡ്ലിംഗ് ആംഗ്രി ആൻഡ് ആൻഷ്യസ് കോളേഴ്സ്. ഒരാൾ ചൂടായിക്കൊണ്ട് വിളിക്കാണ്, എന്ത് ചെയ്യും? അതിനാണ് ലേസ് മെത്തേഡ് എന്നുള്ള സാധനമുണ്ട്. LACE. ലിസൺ, അക്നോളേജ്, ക്ലാരിഫൈ, എസ്കലേറ്റ്. ഒരാൾ ചൂടായിക്കൊണ്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസൺ പേഷ്യന്റ്ലി, ക്ഷമാപൂർവം കേൾക്കുക. എന്താണ് അവർ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക. അവരുടെ ഫീലിങ്സ് ഉൾക്കൊള്ളുക, അക്നോളേജ് ചെയ്യുക. ഇന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആണ് സാറേ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ് നോട്ട് ചെയ്ത് വെക്കുക. കേട്ടു കൊടുക്കുക, പ്രോബ്ലംസ് കേട്ടു കൊടുക്കുക. ആ ഇഷ്യൂ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ വിത്ത് യുവർ, ഇപ്പൊ നിങ്ങളൊരു ഇഷ്യൂ നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ നിങ്ങൾ ആ ഇൻസിഡന്റിൽ ഉണ്ടായിട്ടില്ല, വേറെ ആരോ കുറിച്ചാണ് പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിട്ട് സംസാരിക്കുക. ദെൻ എസ്കലേഷൻ ആവശ്യമാണെങ്കിൽ, അതും ഹയർ അതോറിറ്റിയുടെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ അവിടേക്ക് എസ്കലേറ്റ് ചെയ്യാം. അതായത് ക്ലാരിഫൈ എല്ലായ്പ്പോഴും ക്ലാരിഫൈയിൽ നിൽക്കണം. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എസ്കലേറ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻചാർജിന്റെ സമ്മതത്തോടു കൂടിയിട്ട്. ക്ലിയർ? കറക്റ്റ് റെസ്പോൺസ് എന്നാൽ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി സർ, നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നത്തിന് സോറി പറയുകയാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ സർ, ഐ എം സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്, ലെറ്റ് മീ ഹെൽപ്പ് യു. താങ്കളെ സഹായിക്കാൻ വേണ്ടി ഞാൻ നോക്കാം. ഈ ഒരു രൂപത്തിലാണ്. നിങ്ങളുടെ പ്രയാസം മനസ്സിലായി സർ, സാറിന്റെ പ്രയാസം മനസ്സിലായി, വളരെ ക്ഷമ ചോദിക്കുകയാണ്, സാറിന് ഹെൽപ്പ് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പരിശോധിക്കുകയാണെന്ന് പറയാം. ക്ലിയർ? പ്രാക്ടിക്കൽ റോൾ പ്ലേ, ഇത് പ്രാക്ടിക്കൽ ചെയ്ത് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എൻക്വയറി അത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. എമർജൻസി എൻക്വയറി കോൾ, റോങ് ആൻഡ് റൈറ്റ് കോൾസ് ഹാൻഡ്ലിംഗ്, എങ്ങനെ ചെയ്യാം എങ്ങനെ കോൾ ചെയ്യരുത് എന്നുള്ള രണ്ട് സംഗതികളും നിങ്ങൾ മോക്കപ്പ് ചെയ്ത് നോക്കുക. അതിൽ ട്രെയിനർ ഒബ്സർവ് ചെയ്യേണ്ടത് ഒന്ന് അവരുടെ ടോണ്, ഗ്രീറ്റിംഗ്, ക്ലാരിറ്റി, ക്ലോസിങ്ങും അതേപോലെ തന്നെ ഓപ്പണിംഗ്, ഈ രണ്ട് ഏരിയയും കൃത്യമായിട്ട് ട്രെയിനർ, അതിന്റെ പ്രാക്ടിക്കൽ ട്രെയിനർ കൂടെ നിന്ന് അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ? റോങ് ആൻഡ് റൈറ്റ് കോൾ കമ്പാരിസൺ. ഒന്ന് റോങ് വേദന ലേറ്റ് ആൻസറിങ്, കുറേ റിങ് ചെയ്തതിനു ശേഷം ഫോൺ എടുക്കുക. വിത്തിൻ 3 റിങ് ഫോൺ എടുത്തിരിക്കണം.
ഓക്കെ. ലേറ്റ് ആൻസറിങ്, നോ ഗ്രീറ്റിംഗ്സ്. എടുക്കുന്നത് ഗ്രീറ്റ് ചെയ്യാതെ ഫോൺ ആൻസർ ചെയ്യുക. റൂഡ് ടോൺ ഉണ്ടാവുക, അതായത് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുക. നമുക്ക് വേറെ എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഫോൺ ചെയ്യുമ്പോൾ കാണിക്കുക. ക്ലോസിംഗ് ഇല്ലാതെ, അതായത് അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിൽ വിളിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഹാവ് എ നൈസ് ഡേ പറയാതെ ക്ലോസ് ചെയ്യുക. റൈറ്റ് വേ, ക്വിക്ക് റെസ്പോൺസ്, പെട്ടെന്ന് ചെയ്യുക, ആൻസർ ചെയ്യുക. പ്രോപ്പർ ഗ്രീറ്റിംഗ് ചെയ്യുക. പൊളൈറ്റ് ആൻഡ് കാം ടോണിൽ സംസാരിക്കുക. ക്ലിയർ ക്ലോസിംഗ് ചെയ്യുക. എങ്ങനെയാണ് ക്ലോസിംഗ് ചെയ്യേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞു. ക്ലിയർ? ഈ സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെ സംഗതികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഞാൻ പ്രൊഫഷണൽ കോൾ ഹാൻഡ്ലിംഗ് വളരെ നന്നായിട്ട് പ്രൊഫഷണൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് കോളുകൾ ആൻസർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റിഡ്യൂസ് കോൾ കംപ്ലൈൻസ് കുറക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ബെറ്റർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിനെ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോയിന്റ്മെന്റ് കൺവേർഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. ഹോസ്പിറ്റൽ ഇമേജ് പോസിറ്റീവ് ആക്കി നിലനിർത്താൻ ഇത്തരത്തിൽ ഉള്ള ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പോസിബിൾ ആവും. ഇത് തിയറിയാണ്. ഇതിന്റെ പ്രാക്ടിക്കൽ ഇതിനോട് തുടർന്ന് നിങ്ങൾക്ക് കിട്ടും. കീ ടേക്ക് അവേസ് ഇതാണ്. ഒന്ന്, എവരി കോൾ ഇസ് ഇമ്പോർട്ടന്റ്. മറക്കരുത്, ഈ എല്ലാ കോളുകളും ഇമ്പോർട്ടന്റ് ആണ്. ആളുകളോട് വളരെ എംപതിയോടുകൂടി സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഓരോ SOPs ആയിട്ടും ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ വോയിസ് ആണ് ഹോസ്പിറ്റലിന്റെ വോയിസ്. നിങ്ങളാണ് ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലാണ് വരിക. അൽഫയിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആരാണോ എന്നുള്ള രീതിയിലല്ല, അവിടെ നിന്ന് ഉണ്ടാവുന്ന പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് എഫക്ട് ചെയ്യുക ഹോസ്പിറ്റലിനെ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു. ഹോസ്പിറ്റൽ HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ട്രെയിനിങ് തരിക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇപ്പൊ തന്നെ ഇരുന്ന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശരിക്കും ഫോൺ ചെയ്യുന്ന പോലെ അഭിനയിച്ച് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ സെഷനും കൃത്യമായിട്ട് നോക്കി കൃത്യമാക്കിയിട്ട് മാത്രമേ ഈ സെഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ താങ്ക് യു. പ്രാക്ടിക്കൽ ചെയ്തു തുടങ്ങിക്കോളൂ.